അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ ദിവസം കടന്നു പോകുന്തോറും നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഒരുപാട് ദിവസങ്ങളായിട്ട് കൊലപാതകങ്ങളും വല്ലാത്ത ക്രിമിനലായിട്ടുള്ള അക്രമങ്ങളും നമ്മൾ പലതും കണ്ടു, പലതും കേട്ടു. നമ്മൾ സത്യം പറഞ്ഞാൽ സ്വന്തം മക്കളെ വരെ ഇന്ന് പേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് കഴിയുന്ന മാതാപിതാക്കളെയാണ് കഴിയുന്നത്. സ്വന്തം ആങ്ങളമാരെയോ വാപ്പമാരെയൊക്കെ പേടിച്ച് കഴിയുന്ന രീതിയിലാണ് ഇന്ന് പല വീടുകളും ഉള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, അതിനിടയിലാണ് വീണ്ടും ഒരു ഷഹബാസിനെ പോലെയുള്ള ഒരു മരണം ഇനിയും നമ്മൾ കാണേണ്ടി വരുമോ എന്ന് നമ്മൾ ഭയക്കേണ്ടിയിരിക്കുകയാണ്. ആ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് നമ്മുടെ കേരളം മാറിയിട്ടില്ല. അതിൻ്റെ പിന്നാലെയാണ് ഇന്നലെ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളിലുണ്ടായ സംഘർഷം. മൂർച്ചയുള്ള ഒരു ആയുധമായി കടന്നു വന്ന് ഒരു വിദ്യാർത്ഥി മറ്റു വിദ്യാർത്ഥികളെ ആക്രമിച്ച ഒരു സംഭവം. സ്കൂളിൽ നിന്ന് ചില സംഘർഷങ്ങൾ കാരണത്താൽ മാറ്റി നിർത്തപ്പെട്ട വിദ്യാർത്ഥി പിന്നീട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവനെ അനുവദിക്കുകയും അവൻ വരികയും ചെയ്തു. അതിൽ പിന്നീട് പ്രതികാരം മൂത്തു. മറ്റു വിദ്യാർത്ഥികളുമായിട്ടുള്ള പക വീണ്ടും മനസ്സിൽ വെച്ച് നടന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ ആയുധം കൊണ്ട് അവരെ തലക്ക് പരിക്കേൽപ്പിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ആലോചിച്ചു പോവുകയാണ്, വിദ്യാർത്ഥികൾക്കിടയിൽ ഇതുപോലെയുള്ള ക്രിമിനൽ മൈൻഡുകൾ കൊണ്ടുവന്ന് വീണ്ടും അവരെ നശിപ്പിക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. ഭാവിയിൽ നമ്മുടെ മക്കൾ എന്തായി മാറുമെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. അധികാരം ഇന്ന് കയ്യിലെടുത്ത് നടക്കുന്ന പല ആളുകളുമാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, നിയമകൂടങ്ങളെ ആർക്കും ഇന്ന് പേടിയില്ല. എല്ലാം ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ആരാണ് ഇതിനിടയിൽ കളിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആർക്കും കഴിയുന്നുമില്ല. തക്കതായിട്ടുള്ള നടപടിയെടുക്കാൻ ഇന്ന് നിയമപാലകർ വരെ പിന്നോട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നമ്മുടെ വരും തലമുറയെ നമ്മൾ ഇതുപോലെ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുകളിലൂടെ വിട്ടുകൊടുത്താൽ നമുക്ക് ഭാവി നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും സംരക്ഷിക്കാൻ വളർന്നു വരേണ്ടവരാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഇതുകൊണ്ട് എന്ത് ചെയ്യും? സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു നല്ല ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ ചരിത്രകാരന്മാർ പറഞ്ഞതുപോലെ ദ ഡാർക്ക് ഏജ്, ഒരു ഇരുണ്ട യുഗം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ നാട്, നമ്മുടെ കേരളം കടന്നു പോകുകയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമുക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ പ്രധാന അധ്യാപകൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള വിജയൻ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്? സംഭവം ഇന്ന് SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 11:15 കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഒരുമിച്ച് ഗ്രൗണ്ടിൽ ഓടി വരുന്നതായിട്ട് കണ്ടു. കുറച്ച് കുട്ടികൾ വന്ന് ഓഫീസിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു. ഇവിടെയുള്ള ടീച്ചേഴ്സൊക്കെ പുറമെ ഇൻവിജിലേഷൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. മറ്റുള്ള സ്കൂളിലെ ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർ ഓടി ഓഫീസിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അവർ മറ്റ് ചില കുട്ടികൾ അവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളോട് സങ്കടം പറയുകയും ചെയ്തപ്പോൾ നോക്കുമ്പം പുറകെ കുട്ടികൾ ഓടി വരുന്നത് കണ്ടു. ഞങ്ങളെ കണ്ട സമയത്ത് ആ കുട്ടികൾ ഓടിപ്പോവുകയും ചെയ്തു. ഇത്രമാത്രമാണ് നമുക്ക് അറിയുന്നത്. ഇതിൽ പറഞ്ഞു സാർ, ഇതിന് പ്രകോപനമായിട്ടുള്ള എന്താണെന്നാണ് സ്കൂൾ അധികൃതർ മനസ്സിലാക്കുന്നത്? എന്താണ് ഇപ്പോൾ അത് കുട്ടികൾക്ക് പരസ്പരമുള്ള വൈരാഗ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ അവരോട് തന്നെ ചോദിക്കണം. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. ഇതുവരെയും പരീക്ഷ തുടങ്ങിയതിന് ശേഷം യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഒരു പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ ഇന്നിങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾ തന്നെ പെട്ടെന്ന് ഞങ്ങൾ അന്താളിക്കുകയാണ്. സാർ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈ സ്കൂളിൽ പരിക്കേൽപ്പിച്ച വിദ്യാർത്ഥി നടപടി നേരിടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? കുട്ടി നടപടി നേരിടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുൻപ് സ്വമേധയാ TC വാങ്ങി പോയ വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി വീണ്ടും അവർ പോകാൻ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കാതെ വന്നപ്പോൾ തിരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ വരികയും ഇവിടെ പ്രവേശനം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് പരിഗണിക്കണം എന്ന നിലയിൽ നമ്മൾ അവനെ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേസമയം പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ശാസനകൾ അവന് നൽകുകയും ചെയ്തിരുന്നു. അധ്യാപകർ തന്നെ അവന് കൗൺസിലിംഗ് കൊടുക്കുകയും
വീണ്ടും അത്തരത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള അവൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പിൻ്റെ മേലിൽ അവന് സ്കൂളിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത് പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഈ വിദ്യാർത്ഥിക്ക് TC നൽകി വിട്ടത്? അത് ഇതുപോലെയുള്ള കുട്ടിക്ക് മറ്റുള്ള വിദ്യാർത്ഥികളോടും സ്പർദ്ധയുമുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള പ്രകടനങ്ങൾ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഈ വീണ്ടും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയാൽ അവന് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ച് സ്വമേധയാ രക്ഷിതാക്കളോട് വിവരം അറിയിക്കുകയും അവർ സ്വമേധയാ തയ്യാറായി TC വാങ്ങുകയുമാണ് ഉണ്ടായത്. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതാണോ ഈ സംഘർഷത്തിലേക്കൊക്കെ നയിച്ചത്? അങ്ങനെ പലരും പറയുന്നുണ്ട്. ഞങ്ങൾക്കും ചില സമയത്ത് തോന്നായികയില്ല അതാണോ ഇതിൻ്റെ പുറകിൽ എന്ന് ഇപ്പോൾ പറയുക. കൂടുതൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതിന് ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണെന്നുള്ളത് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല. ഈ വിദ്യാർത്ഥികളുടെ പരിക്കൊക്കെ ബന്ധപ്പെട്ട് എന്താണ് വിവരം ലഭിക്കുന്നത്? പരിക്കുകൾ കുട്ടികളുടെ ഈ ഒരു പ്രത്യേക സമയം കൂടി ആയതുകൊണ്ട് കുട്ടികൾക്ക് ക്ഷീണം ഉള്ള ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇത് സംഭവിച്ചത്. കണ്ട ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇവിടുന്ന് ഞങ്ങൾ തന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത് അവിടെ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകൻ്റെ വാക്കുകളാണ്. നമ്മുടെ കുട്ടികളിലേക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കേസില്ല എന്നൊക്കെ പറയുന്നത് അവർ ചിന്തയിലേക്ക് എത്തപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു കൊലപാതകം നടത്തിയവന് അവന് ജയിലിൽ എങ്ങനെയാണ് അവൻ്റെ വാസം, അവന് എത്രത്തോളം സുഖമുണ്ട്. ഇപ്പോൾ അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ കൊന്ന് അവിടെ നിന്ന് കൊല വിളിച്ച ഒരു സംഭവം നമ്മളൊക്കെ കണ്ടു. ഒരു കൂസലില്ലാതെ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ 4 ആൾക്കാർ 5 ആൾക്കാരെ തട്ടി വരുന്നവനാണെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. എൻ്റെ പ്രിയമുള്ളവർ, അവനിക്കൊക്കെ ഇന്ന് എന്താണ് ജയിലിൻ്റെ അവസ്ഥ? അവനിക്കുള്ള ഭക്ഷണം നിലത്ത് കിടക്കാൻ പറയുമ്പോൾ കിടക്കുന്നില്ല, അവനിക്ക് കട്ടിൽ, ഇതൊക്കെ കുറിച്ചിട്ട് അവനിക്കിങ്ങനെ അറിയുമ്പോൾ എപ്പോഴും മെഡിക്കൽ ചെക്കപ്പ്. ആദ്യം അവനെ കൊണ്ടുപോകുന്ന രൂപത്തിലല്ല, പിന്നീട് അവൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ മുടിയൊക്കെ വെട്ടി നല്ല ഒരു സുന്ദരനായിട്ട് പുറത്ത് വരിക. ഈ രൂപത്തിലൊക്കെ അവനിങ്ങനെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയുന്നത് കാണുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ തലമുറ മനസ്സിലാക്കുന്നത് ഇന്ന് നമുക്ക് എന്തും ചെയ്യാം, ഒരു പേടിയുമില്ല. കാരണം ജയിലിൽ പോയാലും പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയാലും അവർക്കൊന്നും കൂടുതൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിനകത്ത് വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ആ ഒരൊറ്റ കാരണങ്ങളെ കൊണ്ടാണ്, പേടിയില്ലാത്തത് കൊണ്ടാണ്, തക്കതാർന്ന ശിക്ഷ ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ നിയമം അതിലേക്ക് വേണ്ട രൂപത്തിൽ നോക്കാത്തത് കൊണ്ടാണ് ഇന്നും ക്രിമിനലുകളും ഇതുപോലുള്ള കുറ്റങ്ങളും അധികരിക്കുന്നത്. ഇങ്ങനെ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ തക്കതായിട്ടൊരു ശിക്ഷാ നടപടി നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള വല്ലാത്ത പ്രശ്നങ്ങൾക്ക് പിന്നീട് ഒരു വഴി ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന്, വേദനകളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഇതുപോലുള്ള മുസീബത്തുകളിൽ നമ്മുടെ മക്കളെ കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.